ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഓണം സെലിബ്രേഷനിൽ എത്തി നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടാണ് കുഞ്ഞുമക്കളെല്ലാം ഇന്ന് സ്കൂളിൽ പോകുന്നത്. കാരണം ഇനി അങ്ങോട്ട് 10 ദിവസം സന്തോഷത്തിന്റെ ദിവസങ്ങളാണല്ലോ. അപ്പൊ അമ്മമാരെ സംബന്ധിച്ച് സന്തോഷമാണോ ദുഃഖമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും എല്ലാവരും നല്ല സുന്ദര കുട്ടന്മാരും സുന്ദര കുട്ടികളുമായിട്ട് ഒരുങ്ങി റെഡിയായി സ്കൂളിൽ ഫംഗ്ഷന് വേണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജോഷിതേ കൂട്ടുകാരൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എല്ലാവരും നല്ല ഡ്രസ്സിൽ നല്ല ഭംഗിയിൽ ഒരുങ്ങി വന്നേക്കാണ് കേട്ടോ. പെൺകുഞ്ഞുങ്ങളൊക്കെ നല്ല പട്ടുപാടി ഉടുപ്പ് കിട്ടും. ആൺകുട്ടികൾ ഒരു 90% പേരും മുണ്ടും ഷർട്ടും മുണ്ടും കുർത്തയൊക്കെയാണ് കേട്ടോ ഇട്ടേണ്ടി വന്നത്. അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കൊതി അവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം. അപ്പൊ അത് എടുത്തു കൊടുത്തു കേട്ടോ. അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ ചേട്ടന്മാരൊക്കെ മുണ്ടൊക്കെ കൊടുത്ത് വലിയ കാർന്നോരന്മാരെ പോലെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് മാത്രം പൂ കൊണ്ടുവന്നാൽ മതി, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടെന്ന് അച്ഛമ്മ പറഞ്ഞതുകൊണ്ട് വീട്ടിൽ നിന്നാണ് കേട്ടോ കൂടുതൽ പേരും പൂവൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതൊക്കെ എല്ലാവരും നീറ്റാക്കി എടുക്കുകയാണ്. അപ്പം നമ്മുടെ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന മാത്സ് മിസ്സാണ് കേട്ടോ, രമ്യ മിസ്. മാത്സ് മിസ് ആയതുകൊണ്ടായിരിക്കാം കറക്റ്റ് റേഷ്യോയും പ്രപ്പോർഷനും ഒക്കെ നോക്കി ഷേപ്പൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ മിസ് അത്തപ്പൂക്കളം ഇടുന്ന. കൂടെ നമ്മുടെ ആദര മിസ്സും കൂടിയിട്ടുണ്ട്. പിന്നെ വേറെ മിസ്സുമാരും പേരൻസും അതിൽ കൂടുതൽ കുട്ടികളും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു അത്തപ്പൂക്കളം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഭംഗിയുള്ളൊരു അത്തപ്പൂക്കളമാണ് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞു ചേട്ടന്മാരും ചേച്ചിമാരും ഇവിടെ ഭയങ്കര ഡാൻസിലാണ് കേട്ടോ. സൗണ്ട് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ വലിയ ചേട്ടന്മാരാണ്, 4th സ്റ്റാൻഡേർഡിലെ കേട്ടോ. അപ്പോൾ അങ്ങനെ പാട്ടും ഡാൻസും ഒരു വഴിക്ക് നടക്കുന്നു, ഒരു വഴിക്ക് അത്തപ്പൂക്കളം നടക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കലാപരിപാടികളെല്ലാം. ഇതിനിടയ്ക്ക് പേരൻസ് ഒക്കെ ഓരോരുത്തരായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഭയങ്കര രസമുള്ള ദിവസങ്ങളാണല്ലോ ഈ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ. ബാക്കി എല്ലാ സമയവും അവർ പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തുള്ള ആഘോഷങ്ങൾ വരുമ്പോഴാണല്ലോ അവർക്കൊരു സന്തോഷം. കുഞ്ഞ് ആദ്യം ഒന്നും ഡാൻസ് കളിക്കാൻ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ ഞാൻ ചെറുതായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചപ്പോഴത്തേക്ക് ആള് സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. പക്ഷെ എന്താണ് കളിക്കുന്നതെന്ന് ചോദിച്ചാൽ ചുമ്മാ ചാടുക എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവരുടെ സ്റ്റെപ്പ്. വീട്ടിൽ എന്തൊക്കെയോ സ്റ്റെപ്പുകളൊക്കെ ഇടുന്ന ആളാണ് കേട്ടോ. പക്ഷെ എന്തോ സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് അവർക്ക് സെയിം സ്റ്റെപ്പ്. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഈ സ്റ്റെപ്പ് തന്നെയാണ്. ജമ്പ് ചെയ്യുക, ജമ്പ് ചെയ്യുക, ജമ്പ് ചെയ്യുക, പിന്നെയും ജമ്പ് ചെയ്യുക, ജമ്പ് ചെയ്യുക, ജമ്പ് ചെയ്യുക. ഇത് തന്നെ. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഇതുപോലും കളിച്ചിട്ടില്ലല്ലോ നമ്മുടെയൊക്കെ ചെറുതിലെന്ന് ആലോചിക്കുമ്പോൾ ഒരാശ്വാസം. അവരുടെ സന്തോഷമല്ലേ, അവരുടെ എക്സൈറ്റ്മെന്റ് അവരെങ്ങനെയാണ് കാണിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അതൊക്കെ അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ അത്തപ്പൂക്കളം ഈ ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞു. ഇനി അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒതുക്കി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ആ സമയത്താണ് നമുക്ക് കുഞ്ഞിക്ക് അറിയാവുന്നത് പച്ചപ്പരിഷ്കാരം എന്ന് പറഞ്ഞ പാട്ട് വന്നത്. അപ്പോൾ അത് കുഞ്ഞിക്ക് അറിയാവുന്നതുകൊണ്ട് അതിൽ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കുഞ്ഞ് ഇടുന്നുണ്ട്. അപ്പം നേരത്തെ ആണെങ്കിൽ കുഞ്ഞിക്ക് അംഗൻവാടിയിൽ ഈ ഒരു ഡാൻസ് കുഞ്ഞ് കളിച്ചത് അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞ് അത് കറക്റ്റായിട്ട് കളിക്കുന്നത്. അപ്പം അങ്ങനെ ഡാൻസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ജോഷോ മോൻ വളരെ നിർബന്ധിതനായിട്ടാണ് സ്റ്റേജിലോട്ട് കയറിയത്. അപ്പോഴത്തേക്ക് പിന്നെ ആൾക്ക് ഉഷാറായി കേട്ടോ. പിന്നെ അവൻ ഡാൻസ് മാസ്റ്റർ വിക്രമാണ്. സെയിം സ്റ്റെപ്പും മുദ്ര മാത്രമേ വ്യത്യാസപ്പെടത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ് അവൻ്റെ ഡാൻസ്. അപ്പോൾ ഡാൻസും പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നു. അതിനുശേഷം നമ്മൾ അത്തപ്പൂക്കളത്തിന് മുമ്പിൽ കുഞ്ഞുമക്കളെ എല്ലാം ഇരുത്തി ഒരു ഫോട്ടോ വീഡിയോ സെക്ഷനാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഓരോ ക്ലാസ് ബേസിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് കുഞ്ഞുങ്ങളായിട്ട് ഇരുത്തി അവരെ ഇങ്ങനെ അത്തപ്പൂക്കളം ഇടുന്ന പോസൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അധ്യാപകരും പേരൻസും എല്ലാവരും ഇവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ എല്ലാവരുടെയും. അപ്പം എല്ലാവരുടെയും മുഖത്തും അതിൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എടുക്കുന്നത് ഫോട്ടോ ആണോ വീഡിയോ ആണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾ എന്തായാലും പാട്ട് കേട്ട ഡാൻസ് ചെയ്യുന്നുള്ളൊരു മട്ടിലാണ്. കുറച്ച് പേര് അന്യായ ഡാൻസാണ് കേട്ടോ. കണ്ണാടിയൊക്കെ വെച്ച് മുണ്ടൊക്കെ എടുത്ത് നല്ല ചുള്ളന്മാരും ചുള്ളത്തികളുമായിട്ടാണ് എല്ലാവരും വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും പോസ് ചെയ്യുന്നത്. അവരുടെ എന്താ പറഞ്ഞ ഇനി 10 ദിവസം അവർക്ക് ആഘോഷിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാതിരിക്കത്തില്ല. ഇനി നമുക്ക് കുഞ്ഞിയുടെ ഒരു പാട്ട് കേൾക്കാം. ഓണം വന്നല്ലോ ഞാനിട്ടല്ലോ കൊടിയുടുത്തല്ലോ ഒന്നിച്ചാടി പറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നിൽ വീട്ടിലിരുന്നാലോ സന്ധി വരുമ്പേ നീ പന്ത് കളിക്കണ്ടേ സന്ധി വരുമ്പേ പന്ത് കളിക്കണ്ടേ ഓണം വന്നൽ ഞാനിട്ടല്ലോ കൊടിയുടുത്തല്ലോ ഒന്നിച്ചാടി പറഞ്ഞല്ലോ ഓണം വന്നൽ ഞാനിട്ടല്ലോ കൊടിയുടുത്തല്ലോ ഒന്നിച്ചാടി പറഞ്ഞല്ലോ. അതിനുശേഷം നമ്മുടെ കുഞ്ഞിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഋഷികയുടെ പാട്ടായിരുന്നു കേട്ടോ. അതിനുശേഷം UKG പഠിക്കുന്ന ഒരു മോൻ്റെ പാട്ടായിരുന്നു. നമുക്കൊന്ന് കേട്ടോ.
പ്രോഗ്രാം ചെയ്യാൻ ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലും സ്റ്റേജിൽ കയറി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും തകർക്കും കേട്ടോ. നല്ല അടിപൊളി പാട്ടുകളൊക്കെയാണ് മക്കൾ പാടുന്നത്. ഓണപ്പാട്ടുകളും അതുപോലെ തന്നെ സിനിമാ പാട്ടുകളും അങ്ങനെ പലതരത്തിലുള്ള പാട്ടുകൾ പാടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുങ്ങൾ ഗ്രൂപ്പായിട്ടും പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. ഒരു മോനാണെങ്കിൽ നല്ല കവിത പാടി കേട്ടോ. മോൻ്റെ പേരെനിക്ക് അറിയത്തില്ല. അതിനുശേഷം 4 പേരെ ഉള്ളെങ്കിലും അവർ 4 പേരും കൂടെ നല്ല അടിപൊളി ഒരു തിരുവാതിരയൊക്കെ കളിച്ചു. അതിനുശേഷം കൈകൊട്ടിക്കളി. കുഞ്ഞുങ്ങളുടെ എണ്ണമൊക്കെ ഇവിടെ കുറവാണെങ്കിലും അവരെടുക്കുന്ന എഫേർട്ടും ടീച്ചേഴ്സും പേരൻസും അവരെ അത് ചെയ്യിപ്പിക്കാൻ കാണിക്കുന്ന ആ ഒരു സപ്പോർട്ടും എല്ലാം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഈ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലല്ല, അവരെന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിലാണല്ലോ കാര്യം. അപ്പം അത് ചെയ്യിപ്പിക്കാൻ എടുക്കുന്ന ആ എഫേർട്ടും അതിൽ ഇവിടുത്തെ പേരൻസും ടീച്ചേഴ്സും ഒക്കെ വിജയിച്ചു എന്ന് വേണം പറയാൻ. കാരണം കുഞ്ഞുമക്കൾ അത്രയും സന്തോഷത്തിലാണ് ഓരോ പ്രോഗ്രാം ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മുടെ കുഞ്ഞിയുടെയും ടീമിൻ്റെയും എന്താ പറയുക കുക്കുറുക്കൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ പാട്ടൊന്നും ഇടാത്തതിൻ്റെ കാര്യം ആവശ്യത്തിലധികം കോപ്പിറൈറ്റ് എനിക്കിപ്പോൾ ഉണ്ട്. ഇനിയും പാട്ടിട്ട് കോപ്പിറൈറ്റ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത്. അവർ 4 പേർക്കും 4 സ്റ്റെപ്പായിരുന്നു. ഏറ്റവും കോർഡിനേഷനിൽ കളിച്ച ഒരേ ഒരു സ്റ്റെപ്പ് തന്നെ ഇത് മാത്രമാണ് കേട്ടോ. അത് മാത്രമാണ് അവർ 4 പേരും ഒരുപോലെ കാണിച്ചത്. ബാക്കിയെല്ലാം എന്തൊക്കെയോ അവർ കാണിക്കുമായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇതും ഒരു സന്തോഷമാണ്. പണ്ട് നമ്മൾ ഈ പ്രായത്തിൽ സ്റ്റേജിന്റെ പരിസരത്ത് പോലും വരാത്തവരായിരുന്നല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വേറെ കുറേ ഡാൻസുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അവസാനം കലാശക്കൊട്ട് എന്ന പോലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ചുള്ളന്മാരുടെയും ചുള്ളത്തികളുടെയും ഡാൻസ് ആയിരുന്നു. ഭയങ്കര രസമുള്ള ഡാൻസ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ വേണ്ട അത്തപ്പൂക്കളത്തിന് ഫ്രണ്ട് ഇരുത്തി 2 പേരെ ഇരുത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം അടിപൊളി ഒരു സദ്യയൊക്കെ ഉണ്ടായിരുന്നു. പായസമൊക്കെ ഉള്ള കുഞ്ഞുമക്കളെയൊക്കെ ഇരുത്തി ആദ്യം ഫുഡൊക്കെ കൊടുത്തു. അതിനുശേഷമാണ് കേട്ടോ ടീച്ചേഴ്സും പേരൻസും ഒക്കെ കഴിച്ചത്. നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പം ഇങ്ങനായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. താങ്ക്